ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാരോസ് കാർണിവൽ. ഹോൺ തിരികെ പെയിന്റ് ഹൗസിലെത്തുന്ന സമയം പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഡാൻറ്റി അത് അവിടെ നിൽക്കുന്നു. ഡാൻറ്റി ആണെങ്കിൽ സുറിയോൺ ലോഗനെ കൊല്ലാൻ നോക്കിയ കാര്യമൊക്കെ ഇവനോട് പറയാണ്. ഇത്രയും നാളും ലോഗനെ ഈ ഒരു പെയിന്റ് ഹൗസിൽ സുറിയോൺ ടോർച്ചർ ചെയ്യായിരുന്നു. എന്തായാലും ഇപ്പൊ അവളുടെ ശല്യമെല്ലാം തീർന്നു എന്നൊക്കെ ഡാൻറ്റി പറയാണ് കേട്ടോ. അങ്ങനെ ഡാൻറ്റി പോയി കഴിഞ്ഞ ടൈമിൽ നമ്മുടെ ഹൂനാണെങ്കിൽ സുറിന്റെ ഫോണിലൊക്കെ ഇനി വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കോള് കണക്ട് ആവുന്നില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഗാർഡ്സ് ആണെങ്കിൽ നമ്മുടെ ഹായ് ഇങ്ങനെ പിടിച്ചിറക്കൊണ്ട് വരാണ്. ഈ ഒരു സമയം സ്യോജിൻ അങ്ങോട്ടേക്ക് വരാണ്. അവള് പറയുന്നത്, എന്നാലും ഇങ്ങനൊരു ക്രൂരത നീ ഒരിക്കലും ലോഗനോട് ചെയ്യരുതായിരുന്നു കേട്ടോ. ആ ഒരു സുറിയോന്റെ കൂടെ ചേർന്ന് നീ ലോഗനെ ടോർച്ചർ ചെയ്യുമല്ലായിരുന്നോ? ഹായ്ക്ക് മനസ്സിലായി ഇതിനെല്ലാം പിന്നില് സ്യോജിനായിരുന്നു. അവനോട് ദേഷ്യപ്പെട്ടാണ്. അപ്പൊ നീ ആയിരുന്നല്ലേ എന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചത്? എങ്ങനെ തോന്നി നമ്മുടെ സ്വന്തം മകളുടെ പേര് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ? സ്യോജിൻ പറയുന്നു, ഇത് കർമ്മയാണ്, നീ എന്നോട് ചെയ്തതിനൊക്കെയുള്ള കാര്യങ്ങളാണ് നിനക്കിപ്പോ തിരിച്ചു കിട്ടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സ്യോജിൻ അവിടെ നിന്ന് പോവാണ്. പെട്ടെന്ന് ഈ ഗാർഡ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇവരുടെ സീനിയർ ആയിട്ടുള്ള ആള് ഇവന്റെ അടുത്തേക്ക് വരാണ്. ഗാർഡ്സിനോട് അവനെ വെറുതെ വിടാൻ പറയാണ്. അയാൾ പറയുന്നു, സാർ എന്റെ കൂടെ വരൂ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഒരു കാറിൽ കയറി എങ്ങോട്ടൊക്കെ പോവാണ്. ഇവിടെ തങ്ങളുടെ വിജയം ഡാൻറ്റിയും സ്യോജിനും പെയിന്റ് ഹൗസിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡാൻറ്റി പറഞ്ഞു, ശരിക്കും ലോഗൻ ജീവനോടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആകെ ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ സൂര്യോനെയും അതുപോലെ മിസ്റ്റർ ബേക്കിനെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ അത് നമുക്ക് ഉപകരിച്ചല്ലോ. അല്ല, ലോഗൻ ശരിക്കും മരിച്ചോ അതോ ഇനി വീണ്ടും അവൻ തിരിച്ചു വരുമോ? സ്യോജിൻ പറഞ്ഞു, ഇല്ല, എന്റെ കൈകൾ കൊണ്ടാണ് ആ ഒരു വിഷം ഞാൻ അവന്റെ ദേഹത്തേക്ക് കുത്തിവെച്ചത്. എന്തായാലും നമ്മുടെ എല്ലാ ശത്രുക്കളും ഇല്ലാതായി കഴിഞ്ഞല്ലോ. ഈ ഒരു സമയം ഡാൻറ്റി അവന്റെ മനസ്സിൽ പറയുന്നു കേട്ടോ, എനിക്കറിയാം ആ ഒരു മിസ്റ്റർ ബേക്കിനെ എനിക്കെതിരായി ഇങ്ങോട്ടേക്ക് അയച്ചത് നീയാന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നിന്നെയാണ്. എന്തായാലും നീ എന്റെ ജീവിതം തീർക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കൊന്നു കളയണമല്ലോ. സ്യോജിനും മനസ്സിൽ പറയുന്നുണ്ട്, അടുത്ത നീയാണ് ഡാൻറ്റി, മാക്സിമം ഉള്ള സമയം നീ എൻജോയ് ചെയ്തോ കേട്ടോ. ഇവിടെ ആ ഒരു വില്ലയില് സുറിയോൺ നമ്മുടെ ലോഗനെ കാണാണ്. അവര് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കാണ്. ഇവള് ലോഗനോട് ചോദിക്കുന്നത്, എന്താ ശരിക്കും നടന്നേ, എന്താണ് നിനക്ക് സംഭവിച്ചത്, നീ ജീവനോടുണ്ടായിരുന്നെങ്കിൽ എന്താണ് എന്നെ അത് അറിയിക്കാഞ്ഞത്? ഈ ഒരു സമയമാണ് നമ്മുടെ ആ ഒരു മുറിയിലേക്ക് കയറി വരുന്നത്. ലോഗൻ പറയുന്നു, ഈ ഒരു ഹായാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. എന്നെ ഇത്രയും നാളും അവിടെ പൂട്ടിയിട്ടിരുന്നത് അത് സ്യോജിനായിരുന്നു. നടന്ന എല്ലാ കാര്യങ്ങളും ഇവര് സുരനോട് തുറന്നു പറയുകയാണ്. നമ്മുടെ സ്യോജിൻ ആ ഒരു പോയിസൺ ഇവന്റെ ദേഹത്തേക്ക് കുത്തിവെച്ച് കഴിഞ്ഞപ്പോഴാണ് അവള് കാണുന്നത് ലോഗന്റെ കൈകൾ ഇങ്ങനെ അനങ്ങുന്നത്. സംശയം തോന്നി ഇവൻ റെസ്പോണ്ട് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി സെക്രട്ടറിയെ കൊണ്ട് ചൂട് വെള്ളം ഇവന്റെ കാലിലേക്ക് ഒഴിപ്പിക്കുന്നു കേട്ടോ. പക്ഷേ ലോഗൻ അനങ്ങുന്നേ ഇല്ല. തനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതി സ്യോജിനും സെക്രട്ടറിയും അവിടെ നിന്ന് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ലോഗൻ പെട്ടെന്ന് ഞെട്ടി എണ്ണീക്കാണ്. അവന് ശരിക്കും പൊള്ളിയല്ലോ. അവനിങ്ങനെ വേദന കൊണ്ട് അലറുകയാണ്. ഈ ഒരു സമയം നമ്മുടെ ഹായ് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇവന് മനസ്സിലാവുന്നു വളരെ വലിയൊരു വിഷമാണ് ലോഗന്റെ ദേഹത്തെ കുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ആന്റിഡോസ് ഇവൻ കുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ലോഗൻ പറയുന്നു, സ്യോജിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് സ്യോജിനാണ്. അപ്പൊ ആ ഒരു മിസ്റ്റീരിയസ് വ്യക്തി ആരാന്ന് നമ്മുടെ ഹായ്ക്ക് മനസ്സിലായിട്ടോ. അപ്പൊ ലോഗൻ പറയുന്നുണ്ട് തന്റെ സഹോദരനായിട്ട് അലക്സിനെ എല്ലാം അറിയിക്കാൻ വേണ്ടി. അങ്ങനെ ഹായ് ആണെങ്കിൽ അലക്സിനോട് എല്ലാ കാര്യവും പറയാണ്. ഇത് കേട്ട് അലക്സിനാകെ ദേഷ്യവരാണ്. സ്യോജിനെയും ഡാൻറ്റിയും തന്റെ കൈകൾ കൊണ്ട് കൊല്ലാൻ പോകാണ് എന്ന് പറഞ്ഞ് അലക്സ് വാശി പിടിക്കുന്ന ടൈമില് പറയുന്നു, ഇപ്പം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ലോഗന് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. നാളെയാണ് സ്യോജിൻ തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു ഡേ. നാളെ ലോഗനെ മറ്റെങ്ങോട്ടേക്കോ അവള് മാറ്റാൻ പോവാണ്. അങ്ങനെ ഇന്നാണ് ആ ഒരു ദിവസം. നമ്മുടെ സുരനാണെങ്കിൽ അവളുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് ഫർണിച്ചേഴ്സ് ഒക്കെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊരു ബോക്സ് സ്യോജിനും സെക്രട്ടറിയും ആളുകളും ചേർന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സുറിയോൻ അറിയാതെ ഈ ഒരു ബോക്സ് പെയിന്റ് ഹൗസിലെ ആ ഒരു സീക്രട്ട് റൂമിലേക്ക് ആ ഒരു വേലക്കാരി കൊണ്ടുപോവാണ്. ഇവള് ഡാൻറ്റിയുടെ സ്യോജിന്റെ ആളായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ലോഗനാണ്. അപ്പൊ ആ ഒരു മുറിയില് മെഡിക്കൽ
സെറ്റപ്പ് ഒക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു ബെഡിലേക്ക് ലോകനെ കിടത്തുകയാണ്. കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ സൂര്യോനെ ഈ ഒരു മുറിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഈ ഒരു വേലക്കാരിയോട് സ്യോജന ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു സമയം ഈ വേലക്കാരി തന്ത്രപൂർവ്വം സൂര്യോനെ ആ ഒരു മുറിയിൽ എത്തിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലോകന്റെ ഫാമിലിയും അങ്ങോട്ടേക്ക് വരികയാണ്. ലോകനെ അടച്ചു വെച്ചിരുന്ന് സൂര്യോനാന്ന് ഇവര് വിശ്വസിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ലോകന്റെ പൾസ് ഡൗൺ ആവാണ്. സൂര്യോനെ ഈ ഒരു ഗാർഡ്സ് എല്ലാം കൂടെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അപ്പൊ നമ്മുടെ ലോകനെ ആ ഒരു ആംബുലൻസിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈം നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ ലോകന്റെ അടുത്തുണ്ട്. പെട്ടെന്നാണ് ലോകൻ കണ്ണു തുറക്കുന്നത്. എന്നെ വേഗം തന്നെ ആ ഒരു വില്ലയിലേക്ക് കൊണ്ടുപോകും. അലക്സിനെ വിളിച്ച് ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവൻ സെക്രട്ടറിയോട് പറയാണ്. അങ്ങനെ അലക്സ് ലോകനെ ആ ഒരു വില്ലയിൽ എത്തിക്കുകയാണ്. അലക്സ് പറയുന്നുണ്ട് നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ പറയണ്ടേ നീ ജീവനോടുണ്ടെന്ന്. ലോകം പറയുന്നു വേണ്ട, ഇപ്പൊ ഒന്നും തന്നെ അവരോട് പറയണ്ട. കാരണം ഇപ്പൊ ഇതൊക്കെ അവർ അറിയുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഡാൻറ്റിയോ സോജിനെയോ അവർ വെറുതെ വിടുകയില്ല. എന്റെ പ്ലാൻ ഒന്നും നടക്കുകയില്ല. അപ്പം അലക്സ് പറയുന്നു അല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ മുത്തശ്ശിയോടെങ്കിലും പറയണ്ടേ. ലോകം പറയുന്നു എല്ലാ സമയമാകുമ്പം ഞാൻ അറിയിച്ചോളാം. അങ്ങനെ ആ ഒരു വില്ലയില് ലോകനെ ആക്കിയിട്ട് അലക്സ് അവിടുന്ന് പോവാണ്. അപ്പൊ അലക്സിന്റെ ഗാർഡ്സ് ഒക്കെ ഈ ഒരു വില്ലയുടെ ചുറ്റുമുണ്ട്. അങ്ങനെ ഗാർഡ്സ് ഒക്കെ സൂര്യനെ പിടിച്ച് ഈ ഒരു വില്ലയിൽ കൊണ്ടുവന്നാക്കാണ്. ഇവള് ലോകനെ കാണുകയാണ്. നടന്ന സംഭവങ്ങളെല്ലാം കേട്ട് സൂര്യൻ ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ തോന്നി ഡാൻറ്റിക്കും സ്യോജനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ? സൂര്യൻ പറയുന്നു സോക്യങ് എന്റെ മകളാണ്. ആ ഒരു രഹസ്യം കണ്ടുപിടിക്കുന്നതിനിടയിലാണ് യൂൻഹെ മരിച്ചുപോയത്. ഇത് കേട്ട് ലോകൻ പറയുന്നു ശരിക്കും അതിൽ എന്റെ തെറ്റുണ്ട്. അവളോട് ആ ഒരു സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ ഞാനായിരുന്നു ആവശ്യപ്പെട്ടത്. അപ്പൊ യൂൻഹയുടെ മരണത്തിന് പിന്നിൽ ഡാൻറ്റിക്ക് പങ്കുണ്ട് എന്ന് കേട്ട് നമ്മുടെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. സൂര്യൻ പറയുന്നുണ്ട് അവരെ വെറുതെ വിട്ടോടാ, യൂൻഹയുടെ മരണത്തിനുള്ള പ്രതികാരം നമ്മൾ ചെയ്തിരിക്കണം. ലോകൻ പറയുന്നുണ്ട് ഇല്ലില്ല, ഇനിയും ഞാൻ അവരുടെ കരുണ കാണിക്കുകയില്ല. അവരെ ഏറ്റുമുട്ടാറുന്നത് തെറ്റായ ആളോടാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തിരിക്കും. ഈ ഒരു സമയമാണ് നമ്മുടെ ഹൂൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പം ലോകൻ ജീവനോടുണ്ട്. ഇത് കണ്ട് ഇവനാകെ ഞെട്ടി നിൽക്കാണ്. നടന്ന എല്ലാ കാര്യങ്ങളും സൂര്യോൻ ഇവനെ അറിയിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ. ഇവിടെ ഡാൻറ്റി വളരെ സന്തോഷത്തോടെ പെൻ ഹൗസിൽ ഇങ്ങനെ നിൽക്കാണ്. ഈ ഒരു സമയമാണ് ഹൂൻ അവന്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഹൂൻ ചോദിക്കുന്നുണ്ട് അല്ല അച്ഛ അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മ ഇപ്പൊ എവിടെയായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പം ഡാൻറ്റി പറഞ്ഞ എനിക്കറിയില്ല, ലോകന്റെ ഫാമിലി അവളെ കൊണ്ടുപോയില്ലേ, എന്നാലും ഇത്ര വലിയ ക്രൂരതയൊന്നും അവൾ ഒരിക്കലും ചെയ്യരുതായിരുന്നു. സൂര്യൻ പ്രത്യേകം ഹൂനോട് പറഞ്ഞായിരുന്നു സംശയം തോന്നിക്കുന്ന വിധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവൻ ചെയ്യരുത്. കാരണം ഇവൻ ഡാൻറ്റിയുടെ സ്വന്തം മോനായിട്ട് തന്നെ ഇവന് വളരെയേറെ ഡാൻറ്റിക്ക് വിശ്വാസമുണ്ട് കേട്ടോ. കെങ്ങിനെ നമ്മൾ കണ്ടുപിടിക്കുന്നവരെ ഒരു സംശയവും ഡാൻറ്റിക്ക് തോന്നരുത്. അപ്പം ഹൂൻ ചോദിക്കുന്നതല്ല അച്ഛാ കെങ്ങിന്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ, ഞാൻ ഫോൺ വിളിച്ച് നോക്കുന്നെങ്കിലും കിട്ടുന്നില്ല. അപ്പം ഡാൻറ്റി പറയുന്നു അവള് പുതിയ സ്കൂളിലല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഡാൻറ്റി ആണെങ്കിൽ ഹെരാ പാലസിന്റെ ആ ഒരു ഫ്രണ്ട് ഡോർ വഴി ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിലാണ് പെട്ടെന്ന് അവന്റെ പിന്നിലൂടെ നമ്മുടെ കെങ് എന്തോ ഒരു സാധനം വെച്ച് ഇവന്റെ തലക്കടിക്കാനായി വരുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഡോങ്പിലാണെങ്കിൽ അവളെ അവിടുന്ന് പിടിച്ച് മാറ്റാൻ കേട്ടോ. അപ്പൊ സംശയം തോന്നിയ ഡാൻറ്റി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ആരെയും കാണുന്നില്ല. അപ്പൊ ഇവന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. കെങ്ങിനെ അന്വേഷിക്കാനായിട്ട് ഇവൻ ആളുകളെ അയച്ചല്ലോ, കെങ്ങിനെ പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് ഇവനെ അറിയിക്കാണ്. ഡോങ്പിൽ ഈ ഒരു കെങ്ങിനെ കൊണ്ടുപോയത് കമ്മ്യൂണിറ്റി റൂമിലേക്കായിരുന്നു കേട്ടോ. ഡോങ്പിൽ പറയുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ നിനക്ക് ആ ഡാൻറ്റിയെ കൊല്ലാൻ പറ്റുമെന്ന്? ഇയാൾ അറിയിച്ചനുസരിച്ച് ഹൂനും ഇപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി റൂമിലേക്ക് വരികയാണ്. കെങ്ങിനെ കണ്ട് ഇവനാകെ സന്തോഷമാവാണ് കേട്ടോ. പക്ഷെ കെങ് ആണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കാണ്. അല്ല എന്തിനു വേണ്ടിയാ എന്നെ പറ്റി അന്വേഷിക്കുന്നേ? ഞാൻ രക്ഷപ്പെട്ടാലും ഇല്ലേലും ചേട്ടനൊന്നും ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലല്ലോ. അച്ഛനല്ലേ എല്ലാ കാര്യങ്ങളും. അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഞാൻ അയാളുടെ മകളല്ലാത്തോണ്ടല്ലേ, ഞാൻ ഷിം സൂര്യോന്റെ മകളായോണ്ടല്ലേ, മിൻസ്യോളിന്റെ ഇരട്ട സഹോദരി ആയോണ്ടല്ലേ പറഞ്ഞ് ഇവൾ അലറി വിളിക്കാൻ കേട്ടോ. അപ്പൊ ഹൂൻ പറയുന്നുണ്ട് എന്തൊക്കെ തന്നെ ആയാലും നീ എന്നും എന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞ് ഇവളെ ഇവൻ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഓഹേ കൺസ്ട്രക്ഷൻ ശരിക്കും ലോകന്റെ ആണ് കേട്ടോ.
ലോകന്റെ ആ ഒരു ആക്സിഡന്റിന്റെ പിന്നില് ഡാൻറ്റ ആണെന്നായിരുന്നു സൂര്യോൻ അന്ന് ലോകന്റെ ഫാമിലി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഡാൻറ്റയോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് സൂര്യോനെ ഇവര് ആ ഒരു ഡോഹെ കൺസ്ട്രക്ഷന്റെ ലോബിസ്റ്റ് ആക്കി മാറ്റിയത്. ഇപ്പൊ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു മറിഞ്ഞല്ലോ. അപ്പൊ ലോകന്റെ അമ്മൂമ്മ ഈ ഒരു പ്രോജക്റ്റ് ഡാൻറ്റയ്ക്ക് തന്നെ വിട്ടുകൊടുക്കാം എന്ന് പറയാണ്. ആ ഒരു എഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്ത് ഡാൻറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. സ്യോജൻ ചോദിക്കുന്നുണ്ട്, ഹായും സൂര്യോനും എവിടാണ്, അവർക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതൊക്കെ സ്യോജൻ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളല്ലേ, അവരെ രണ്ടുപേരെയും ലോകന്റെ സഹോദരൻ അലക്സ് വെറുതെ വിടുകയില്ല, നിങ്ങൾക്കുള്ള കോമ്പൻസേഷൻ ഒക്കെ ഉടൻ തന്നെ കിട്ടിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മുത്തശ്ശി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ഡാൻറ്റയും സ്യോജനും ഡോംപിലും ലീയും അവരുടെ ആ ഒരു വിജയം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു പ്രോജക്റ്റ് ഇവർക്ക് കിട്ടിയല്ലോ. അപ്പൊ ഷോൺസോ ഡിസ്ട്രിക്റ്റിലെ ഒരു കൺസ്ട്രക്ഷന്റെ പ്രോജക്റ്റ് ആട്ടോ. ഡോംപില് ചോദിക്കുന്നുണ്ട്, ഹാ എവിടെയാണെന്ന്. അപ്പൊ സ്യോജൻ പറയുന്നു, ലോകൻ മരിച്ചിട്ടില്ലായിരുന്നു, സൂര്യോനും ഹായും ചേർന്ന് ഇത്രയും നാളും ലോകനെ ടോർച്ചർ ചെയ്യുകയായിരുന്നു, ലോകന്റെ ഫാമിലി അവരെ കൊണ്ടുപോയി. അപ്പൊ ലീ സംശയത്തോടെ ചോദിക്കുന്നത്, അല്ല എന്തിനു വേണ്ടി, സൂര്യോന് വേണ്ടി ഹാ വർക്ക് ചെയ്യണം. ഡാൻറ്റ പറയുന്നു, പണം കിട്ടുമല്ലോ, എത്ര വേണമെങ്കിലും പണം കിട്ടിയ ആരും എന്ത് വേണമെങ്കിലും ചെയ്യുമല്ലോ. സ്യോജനാണെങ്കിൽ ഈ ഒരു ഡോങ്പിലിനും ലീക്കും ഒക്കെ സ്വർണ്ണ കട്ടികൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡാൻറ്റയും ഇവർക്ക് ആ ഒരു പ്രോജക്റ്റ് കിട്ടുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഡോങ്പിലിനും ലീക്കും പണമൊക്കെ കൊടുക്കും കേട്ടോ. ഇവിടെ ഷോങ് ആ ഫൗണ്ടേഷനിൽ ഒരു ബോർഡ് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള സൂര്യോൻ വന്നില്ലല്ലോ. അപ്പൊ ഇവരൊക്കെ സൂര്യോനോട് വെയിറ്റ് ചെയ്യാണ്. സ്യോജനുണ്ട് കേട്ടോ, പക്ഷേ സൂര്യോൻ വരുന്നില്ല. സ്യോജനാണെങ്കിൽ ഇവരോട് സൂര്യനെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പൊ അവിടെ ഒരു കൊലപാതകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അംഗങ്ങളോട് പറയുമ്പം ഇവര് സൂര്യോനെ ഈ ഒരു ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് വോട്ട് ചെയ്യാണ്. പകരം പുതിയ ഡയറക്ടറായിട്ട് സ്യോജനെ അവര് നിയമിക്കുകയാണ് കേട്ടോ. സ്യോജനാകെ സന്തോഷത്തോടെ നിൽക്കാണ്. അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അവളുടെ ഷോങ് ഫൗണ്ടേഷൻ തിരികെ അവളുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ. ഇങ്ങനെ വളരെ സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് ഹോൺ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വൈകുന്നേരം നമുക്ക് അമ്മയെ കാണാൻ പോകണം എന്ന് ഇവൻ പറയുന്ന സമയത്ത് കെങ് അത് നിരസിക്കുകയാണ്. ഇല്ല, എനിക്ക് അമ്മയെ കാണണ്ട. ഹൂൺ ചോദിക്കുന്നത്, നിനക്ക് ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നോ? നമ്മുടെ അമ്മ എത്രമാത്രം കഷ്ടം അനുഭവിച്ചിരുന്നു നിനക്ക് അറിയാവോ? രോനയുടെ അമ്മയുടെ മരണത്തിന് ശേഷം ആ ഒരു ഡാൻറ്റയായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാണ് നമ്മുടെ അമ്മ. അപ്പൊ ഈ യൂൻഹയുടെ പേര് കേട്ട് കെങ്ങാണെങ്കിൽ ആകെ ദേഷ്യപ്പെടാണ് കേട്ടോ. എന്തിനു വേണ്ടിയാ ആ ഒരു സ്ത്രീക്ക് വേണ്ടി അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഹൂൻ പറയുന്നു, ആരൊക്കെ പറഞ്ഞാലും നീ ഒരിക്കലും രോനയുടെ അമ്മയെ തള്ളിപ്പറയാൻ പാടില്ല. കാരണം അവര് മരിച്ചതില് ഒരു രീതിയില് നിനക്കും പങ്കുണ്ട്. നീ നമ്മുടെ അമ്മയുടെ സ്വന്തം മകളാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു രോനയുടെ അമ്മ. അത് അവരെ കണ്ടുപിടിച്ചതുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ അവരെ കൊന്നു കളഞ്ഞത്. മരണത്തിന് ശേഷം പോലും ആ ഒരു പെങ്കിന്റെ വാക്കുകൾ കേട്ട് എംബ്യോണിലെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത് രോനയുടെ അമ്മ ആണെന്നൊക്കെയല്ലേ ന്യൂസിൽ വരെ വന്നത്. ഈ ഒരു സമയമാണ് ഇവളുടെ മനസ്സിലേക്ക് ആ ഒരു കാര്യം വരുന്നത്. പിങ്ക് അന്ന് എംബ്യോളാണെങ്കിൽ രോനയുടെ ആ ഒരു വീട്ടിലുണ്ടെന്ന് ഇവളായിരുന്നില്ലേ പെങ്കിനോട് പറഞ്ഞത്. ഈ ഒരു കാര്യം ഇവള് ഹൂനോട് പറയാണ്. അന്ന് ഞാൻ ആ കാര്യം അവരെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ ശരിക്കും രോനയുടെ അമ്മയുടെ മരണത്തിന് കാരണം ഞാനാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളാകെ തകർന്ന് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ മിസ്സസ് ക്യാങ് ആണെങ്കിൽ സൂര്യയുടെ ഫോണിലേക്ക് പലവട്ടം വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവൾക്ക് ടെൻഷൻ ആവുകയാണ്. കാരണം സൂര്യനെ പറ്റി ഒരു വിവരങ്ങളും കിട്ടിയില്ല. മാത്രമല്ല ഇപ്പം ഡോഹെ കൺസ്ട്രക്ഷന്റെ ആ ഒരു അധികാരമൊക്കെ മറ്റൊരാളിലേക്ക് കൈമാറി കഴിഞ്ഞു. ഇവിടെ ആ ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം ഡോങ്പില് അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവരാണെങ്കിൽ ഇവളെ വലിച്ചുകൊണ്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിറയെ പണമായിരുന്നു. അവൻ പറയുന്നു, ഇന്ന് വൈകിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ്. ജെയിനിക്ക് വിദേശത്ത് നല്ലൊരു സ്കൂളിൽ തന്നെ പഠിക്കാമല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു കൊറിയയിൽ നിന്ന് പോകാം. വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. മിസ്സിസ് ക്യാങ് പറയുന്നു, എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും എന്നെ കൊണ്ട് അതാവില്ല. നീ പണത്തിന് വേണ്ടിയാണോ ആ ഒരു ഡാൻറ്റയുടെ കാവൽ നായെ പോലെ ഇത്രയും നാളും അവിടെ നിന്നിരുന്നത്? ഞങ്ങളിപ്പോ ഇവിടുന്ന് പോയാ രോനയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിനക്കറിയോ? അപ്പൊ ഡോംപില് പറയുന്നുണ്ട്, നമുക്ക് രോനയ്ക്ക് പണം കൊടുത്തിട്ട് പോവാലോ. മിസ്സിക്കാൻ പറയുന്നു, പണവോ?
പണം കൊണ്ട് എല്ലാം ഒതുക്കി തീർക്കാൻ സാധിക്കുമോ? രോനയ്ക്ക് നഷ്ടപ്പെട്ടത് അവളുടെ സ്വന്തം അമ്മയാണ്. അവളുടെ അമ്മയായിരുന്നു അവളുടെ ലോകം. നീ ഇനിയും എന്നെ ശല്യപ്പെടുത്തുവാണെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ ഞാൻ തന്നെ നിന്നെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് മിസ് ക്യാങ് ആകെ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവിടെ നമ്മുടെ മിസ്റ്റർ ബേക്കാണെങ്കിൽ ഒരു റൂമിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പൊ അവന്റെ കൈ കാലുകളൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവൻ കണ്ണു തുറക്കുമ്പം അങ്ങോട്ടേക്ക് രണ്ടുപേര് വരുന്നത് ഇവൻ കാണാണ്. അതി നമ്മുടെ സൂര്യോനും അതുപോലെ ലോകനും. ലോകൻ ചോദിക്കുന്നത് എന്താ എന്താ എന്നെ ജീവനോടെ കണ്ടിട്ട് നീ ആകെ ഞെട്ടി നിൽക്കാണോ? എങ്ങനെ എന്റെ ഒരു വിശ്വാസത്തെ തകർക്കാൻ നിനക്ക് തോന്നി? ഞാൻ നിന്നെ രക്ഷപ്പെടുത്താനല്ലേ ശ്രമിച്ചേ, എന്നാൽ നീയോ ആ ഒരു സ്യോജിനെ കൂടെ ചേർന്ന് നീ എന്നെ ചതിക്കുമല്ലായിരുന്നോ? സൂര്യോൻ ചോദിക്കുന്നു. നീ എന്നോട് പറഞ്ഞത് ഡാൻഡെ നീ നിന്റെ കായിക കൊണ്ട് കൊല്ലുമെന്നല്ലേ, പക്ഷേ ആ ഒരു സ്യോജിനോട് ചേർന്ന് നീ ഞങ്ങളെ ചതിക്കുമല്ലായിരുന്നോ? മിസ്റ്റർ ബേക്ക് പറയുന്നു, എന്നോട് ക്ഷമിക്കണം പ്ലീസ്, എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം. സ്യോജിൻ എനിക്ക് അന്നൊരു ഓഫർ എന്ന് പറഞ്ഞാൽ അവൾക്ക് കിട്ടുന്നതിനേക്ക് പപ്പ ആദ്യമായി എനിക്കും തരുമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അവള് പറഞ്ഞ് കേട്ട് അവളുടെ കൂടെ നിന്ന് പ്ലീസ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ മിസ്റ്റർ ബേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം പറയുന്നു, നിന്നെ ഞാൻ തിരികെ അയക്കാൻ പോവാണ്. നീ വന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഇനി അവിടെ കിടന്ന് നിറയിക്കുന്നതിനാ നിനക്കുള്ള വിധി. അങ്ങനെ ഈ ഒരു മിസ്റ്റർ ബേക്കിനെ തിരികെ ജപ്പാനിലെ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പം നമ്മുടെ സൂര്യോന്റെ ഫോണിലേക്ക് ഒരു കോള് വരാണ്. അപ്പൊ ഗായ്സ് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. സ്റ്റേ ട്യൂൺ.